ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന് പോലീസിന്റെ ക്ലീൻ ചിറ്റ്. കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണ്. ഗൺമാൻമാരായ അനിൽ കല്ലിയൂരും സന്ദീപും നടത്തിയത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ലാത്തിച്ചാർജ് മാത്രമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നാരോപിച്ച് മർദ്ദനമേറ്റ പ്രവർത്തകർ നാളെ കോടതിയെ സമീപിക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും ചേർന്ന് ജനുവരി 15-നാണ് ക്രൂരമായി മർദ്ദിച്ചത്. എന്നാൽ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ലോക്കൽ പോലീസിനെ തട്ടിമാറ്റി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ മർദ്ദനം സ്വാഭാവിക നടപടി എന്ന പേരിൽ ന്യായീകരിക്കുകയാണ് പോലീസ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നടന്നത് ലാത്തിച്ചാർജ് മാത്രമാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോമസും അജയും നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നില്ല. ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് ഞാനും അജയ് ജുവൽ കുര്യാക്കോസും 2 ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുകയുണ്ടായി. SP ആവശ്യപ്പെട്ടത് പ്രകാരം സൗത്ത് പോലീസ് റിപ്പോർട്ട് നൽകുകയുമുണ്ടായി. ആ റിപ്പോർട്ടിൽ ഇത് ഒരു സ്വാഭാവികമായ നടപടിയാണ് അംഗരക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് റിപ്പോർട്ടാണ് സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തിരിക്കുന്നത്. പോലീസ് SP കൊടുത്ത റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ്. ലോക്കൽ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്ത് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ റോഡിന് ഓരം ചേർന്ന് റോഡിന്റെ സൈഡ് ചേർന്ന് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവർ വന്ന് മർദ്ദിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സുരക്ഷാ ഉദ്യോഗസ്ഥനായ അനിൽ കല്ലിയൂർ, സന്ദീപ്, കണ്ടാലറിയാവുന്ന 2 പേർ എന്നിവരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് നാളെ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നും പരാതിക്കാർ പറഞ്ഞു. റിപ്പോർട്ടർ ലെവിൻ K. വിജയൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.